ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ EVS ആണ് എടുക്കുന്നത്. അതിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇന്ത്യ എൻ്റെ രാജ്യം എന്നതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന മക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ മക്കളെ, നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് എന്താണ് കാണുന്നത്? കുറച്ച് ആൾക്കാരല്ലേ, നമ്മൾ ഒരു എന്താ പറയാ, ഒരു സ്കൂളിന്റെ മുറ്റാണ് അല്ലേ കാണുന്നത്. അവിടെ എന്താ നടക്കുന്നത്? അവിടെ പതാക ഉയർത്തുന്നുണ്ട്. ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെയോ കുറച്ച് മുതിർന്ന ആൾക്കാരല്ലേ, ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഗാന്ധിജിയുടെ നെഹ്റുവിന്റെ ഒക്കെ വേഷം കെട്ടിയിട്ടൊക്കെ ആരൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ എന്താ നടക്കുന്നത്? അവിടെ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ് അല്ലേ. നോക്കൂ, തേജസിന്റെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ്. സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മേഘ ടീച്ചർ ഓരോ ഗ്രൂപ്പിനും ചുമതലകൾ നൽകി. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട പതിപ്പ് തയ്യാറാക്കുന്ന ചുമതലയാണ് തേജസിനും കൂട്ടുകാർക്കും ലഭിച്ചത്. പതിപ്പിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അവർ ഗ്രന്ഥശാല സന്ദർശിക്കാൻ തീരുമാനിച്ചു. അവരുടെ മുൻ അധ്യാപകനായ വിനയൻ മാഷാണ് ഗ്രന്ഥശാലയുടെ ലൈബ്രറിയൻ. കുട്ടികൾ മാഷിനോട് ഗ്രന്ഥശാല സന്ദർശനത്തിന്റെ ഉദ്ദേശം വ്യക്തമാക്കി. കുട്ടികളെ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് പറയാമോ? വിനയൻ മാഷ് ചോദിച്ചു. ബ്രിട്ടീഷുകാർ, ഭവ്യ ആവേശത്തോടെ പറഞ്ഞു. മിടുക്കി. ആട്ടെ, എങ്ങനെയാണ് അവർ നമ്മുടെ അധികാരികളായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികൾ അറിയില്ലെന്ന മട്ടിൽ പരസ്പരം നോക്കി. മാഷ് ഗ്രന്ഥശാലയിൽ നിന്ന് ഒരു ചിത്രകഥാപുസ്തകം അവർക്ക് വായിക്കാനായി നൽകി. കൂട്ടുകാർ താല്പര്യത്തോടെ പുസ്തകം വായിച്ചു തുടങ്ങി. പുസ്തകത്തിലെ ഒരു ചിത്രങ്ങൾ നോക്കൂ. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കോളത്തിൽ എന്താണ്? ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. അതിന്റെ ചിത്രമാണ് ഒന്നാമത് കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമതോ, പതിയെ പതിയെ അവർ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിച്ചു. മൂന്നാമത്തെ ചിത്രത്തിലോ, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഇനി ചിത്രം 4 നോക്കൂ. പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ അവർ വരുതിയിലാക്കി. ചിത്രം 5 എന്താണ്? ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. 6 നോക്കൂ. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു. അപ്പൊ മനസ്സിലായല്ലോ അല്ലെ എന്താണ് സംഭവിച്ചതെന്ന്? ഈ ഒരു കഥ വായിച്ചപ്പോൾ മനസ്സിലായില്ലേ? ചിത്രകഥ വായിച്ചല്ലോ. ഇനി എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. മാഷ് തുടർന്നു. മാഷിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളും ഉത്തരം കണ്ടെത്തൂ. വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു മക്കളെ? ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ ഇന്ത്യയിലെത്തിയത്. വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായോ ചിത്രത്തിൽ നിന്ന്? ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് ഇന്ത്യയിൽ എളുപ്പത്തിൽ അധികാരം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉണ്ടായിരുന്നു. അതിനാലാണ് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങൾ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിച്ചു അല്ലേ മാഷേ? നീന ചോദിച്ചു. അതെ, പൊറുതിമുട്ടിയ ജനം വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി സമരങ്ങൾക്ക് തുടക്കമിട്ടു. നിയമങ്ങൾ ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും ജാഥകൾ സംഘടിപ്പിച്ചും അവർ പ്രതിഷേധിച്ചു. ഇത്തരം പ്രതിഷേധങ്ങളല്ലേ മാഷേ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉടൻ വന്നു നവീനിന്റെ സംശയം. മിടുക്കൻ. മാഷ് നവീനിനെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങൾ പരിചയപ്പെടാം. മാഷ് അലമാരയിൽ നിന്നൊരു പുസ്തകം എടുത്ത് കുട്ടികൾക്ക് നൽകി. പുസ്തകത്തിൽ നിന്ന് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. ആദ്യത്തേത് എന്താണ്? ഉപ്പ് സത്യാഗ്രഹം 1930-ലായിരുന്നു. അക്കാലത്ത് കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ധാരാളം ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നു.
ക്രൂരമായ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യക്കാർ ഉപ്പെടുക്കുന്നതിന് നികുതി പ്രത്യേക തുക അടക്കണമെന്ന് പ്രഖ്യാപിച്ചു. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കുന്നവരെ തടങ്കലിലാക്കി. ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് വളരെ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥയായി അവർ നീങ്ങി. കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് ഗാന്ധിജി പറഞ്ഞു, ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറിന്റെ സഹായത്തോടെ കണ്ടെത്തൂ. എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടത്? ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിച്ച തീയതിയും സ്ഥലവും, ഗാന്ധിജിയുടെ നേതൃത്വം, ദണ്ഡിയാത്ര, ഇതൊക്കെ ഉൾപ്പെട്ടിട്ടാവണം കേട്ടോ ആ ഒരു വിവരങ്ങൾ ശേഖരിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഉപ്പ് സത്യാഗ്രഹം അഥവാ ദണ്ഡി മാർച്ച് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1930 ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ഒരു അഹിംസാത്മക പ്രതിഷേധമായിരുന്നു. ഉപ്പിന്മേൽ ബ്രിട്ടീഷ് സർക്കാർ ഏർപ്പെടുത്തിയ നികുതിക്കെതിരായിരുന്നു ഈ സമരം. സത്യാഗ്രഹം പൂർണ്ണ സ്വരാജ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നതിനായി 1929 ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും സബർമതിയിലെ തന്റെ ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക് കാൽനടയായി യാത്ര തുടങ്ങി. 240 മൈലിലധികം ദൂരം കാൽനടയായി സഞ്ചരിച്ച് 1930 ഏപ്രിൽ 6 ദണ്ഡിയിലെത്തി. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ഉപ്പുണ്ടാക്കുന്നതിലൂടെ ബ്രിട്ടീഷ് നിയമം ലംഘിച്ചതിന് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇത് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഉപ്പ് സത്യാഗ്രഹത്തിനു ശേഷം ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചു. ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റുമായുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചു. ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു. ഇത് രാജ്യത്തിന്റെ ഐക്യദാർഢ്യത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിനും ഒരു പുതിയ ദിശാബോധം നൽകി. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം 1942. തുടർന്ന് മാഷ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഡയറി കുറിപ്പ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. 1942 ഓഗസ്റ്റ് 8. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ആവേശവും ഊർജവും ലഭിച്ച ദിനമായിരുന്നു ഇന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിൽ ഇന്ന് ഞാൻ പങ്കെടുത്തു. സമ്മേളനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ എന്ന ആവശ്യം അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യ വിടുക എന്നാണത്രേ ഈ മുദ്രാവാക്യത്തിന്റെ അർത്ഥം. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തിയാർന്ന സമരമായിരിക്കണം ഇതെന്ന് ഗാന്ധിജി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ബാപ്പുജി എല്ലാവരോടും ആഹ്വാനം ചെയ്തു. ഇത് കേട്ട ഞാൻ അറിയാതെ എഴുന്നേറ്റ് നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുപോയി, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. ഗാന്ധിജിയുടെ ആഹ്വാനം അനുസരിച്ച് ആയിരങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ മാഷേ? തേജസ് ചോദിച്ചു. തീർച്ചയായും. ഈ സമരത്തിന് മുദ്രാവാക്യം ഇന്ത്യയിലെങ്ങും മുഴങ്ങിക്കേട്ടു. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു, മാഷ് പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് താഴെ പറയുന്ന വിവരങ്ങൾ ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഇതിലേക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്? ക്വിറ്റ് ഇന്ത്യ ദിനം, നേതൃത്വം നൽകിയവര്, സമരത്തിന്റെ ഫലം, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. എങ്ങനെ തയ്യാറാക്കാം? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 ഓഗസ്റ്റ് 8 ആരംഭിച്ച ഒരു സുപ്രധാന സമരമായിരുന്നു. ഇത് ഓഗസ്റ്റ് ക്രാന്തി പ്രസ്ഥാനം എന്നും അറിയപ്പെടുന്നു. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഗാന്ധിജിയുടെ ആഹ്വാനം അനുസരിച്ച് ഇന്ത്യൻ പൗരന്മാർ ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതും യുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ ഉറപ്പാക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിയാതെ പോയതും ഈ പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടി. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, ആസാദ് ഹിന്ദ് ഫൗജ് തുടങ്ങിയവർ ഈ പ്രസ്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ഇതിനെ തുടർന്ന് ഗാന്ധിജിയെയും മറ്റു നേതാക്കളെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിനെ തുടർന്ന് രാജ്യത്തുടനീളം പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. വിവിധ സ്ഥലങ്ങളിൽ ജനങ്ങൾ സ്വയംഭരണ പ്രദേശങ്ങൾ സ്ഥാപിച്ചു. ഈ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. ഇതിന്റെ ഫലമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശ നൽകി. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ടുപോകേണ്ടി വരുമെന്ന ചിന്ത ശക്തിപ്പെട്ടു. ഇന്ത്യൻ ജനതയുടെ ഐക്യവും പോരാട്ട വീര്യവും ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ടു. ഇനി സ്വാതന്ത്ര്യ സമരം കേരളത്തിലും. അപ്പോൾ കേരളത്തിലും ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ടാകില്ലേ മാഷേ? നവീൻ ചോദിച്ചു. ഉവ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളുടെ ആവേശം കേരളത്തിലും അലയടിച്ചു.
കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്ത് ഉപ്പു നിയമം ലംഘിക്കപ്പെട്ടു. സമരത്തിന്റെ നേതാവായി പ്രവർത്തിച്ചത് കെ കേളപ്പനായിരുന്നു. പിന്നീട് എല്ലാവരും അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് വിളിച്ചു. ഇതാ മുകളിലുള്ള ഒരു ചിത്രമാണ് കേട്ടോ കെ കേളപ്പൻ. കേരളത്തിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റുള്ളവർ ആരൊക്കെയായിരുന്നു മാഷേ? കുട്ടികൾക്ക് കൂടുതൽ അറിയണമെന്നായി. നൂറുകണക്കിന് പേരുണ്ട് കേട്ടോ. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, എ കെ ഗോപാലൻ, അക്കാമ്മ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയ അനേകം ആളുകൾ. മാഷ് ഓർമ്മിച്ചെടുത്തു പറഞ്ഞു. മാഷ് പറഞ്ഞ വിവരങ്ങളെല്ലാം കുട്ടികൾ കുറിച്ചെടുത്തു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ അന്വേഷിച്ചെഴുതൂ. ഏതൊക്കെയാണ്? ഒന്ന് മലബാർ കലാപം. പിന്നെയോ? പഴശ്ശി വിപ്ലവം ഉണ്ട്, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇതെല്ലാം ഉണ്ട് അല്ലെ. ഇനി സ്വതന്ത്ര സമര നേതാക്കൾ. സ്വതന്ത്ര സമര നേതാക്കളെ കുറിച്ച് നോക്കാം. മഹാത്മാഗാന്ധി. ഇന്ത്യയിലെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമരക്കാർക്ക് പ്രചോദനമായ നേതാവ് ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? ഗാന്ധിജി. മാഷിന്റെ ചോദ്യവും കുട്ടികളുടെ ഉത്തരവും ഒരുമിച്ചായിരുന്നു. ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയെ കുറിച്ച് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു യഥാർത്ഥ പേര്. ദക്ഷിണാഫ്രിക്കയിലെ വക്കീലുദ്യോഗം ഉപേക്ഷിച്ച് തിരികെ ഇന്ത്യയിലെത്തി. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലും കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം ഇന്ത്യയുടെ നേതാവായി ഉയർന്നു. സത്യവും അഹിംസയും അദ്ദേഹത്തിന്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു നിന്നു. കുട്ടികൾ അദ്ദേഹത്തെ ബാപ്പുജി എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ചമ്പാരൻ സമരം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പു സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942 തുടങ്ങിയവർക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഗാന്ധിജിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്കൂൾ ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് ചെറു വിവരണം തയ്യാറാക്കൂ. സംഘങ്ങളായി ഗാന്ധി പതിപ്പ് തയ്യാറാക്കൂ. അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് ഒരു ചെറിയ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടത്. അത് വെച്ച് ഗാന്ധി പതിപ്പ് തയ്യാറാക്കണം അല്ലെ. അപ്പൊ ഈ വിവരണം തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ഗാന്ധിജിയുടെ ജന്മസ്ഥലം, മാതാപിതാക്കള്, അദ്ദേഹത്തിന്റെ ആത്മകഥ, അദ്ദേഹത്തിന്റെ ജീവിത രീതി, സ്വഭാവ ഗുണങ്ങൾ, അദ്ദേഹത്തിന്റെ സമര രീതി, പിന്നെയോ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, അദ്ദേഹത്തിന്റെ ജനനം, ഇതെല്ലാം ഉൾപ്പെട്ടിട്ടായിരിക്കണം ആ ഒരു വിവരണം തയ്യാറാക്കേണ്ടത്. അപ്പൊ എങ്ങനെ തയ്യാറാക്കാം? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ഒരു വൈശ്യ, അതായത് ബനിയ കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛൻ കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്ലിബായ് ബനിയ സമുദായത്തിലെ അംഗമായിരുന്നു. 13-ാം വയസ്സിൽ കസ്തൂർബയെ വിവാഹം കഴിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ചു പ്രവർത്തിക്കുവാനും ജീവിതചര്യയാക്കി മാറ്റുന്നതിനും മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചു. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. ഇത് ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയത്. പിന്നീട് വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. ഗാന്ധിജിയുടെ കുട്ടിക്കാലം മുതൽ 1921 വരെയുള്ള ജീവിതാനുഭവങ്ങൾ ഈ ആത്മകഥയിൽ അടങ്ങിയിരിക്കുന്നു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ നിർണായക സംഭവങ്ങൾ, സത്യത്തെയും അഹിംസയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്നിവ ഇതിൽ വിവരിക്കുന്നു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ പ്രയോക്താവായിരുന്നു. എല്ലാ വിധത്തിലും സ്വാശ്രയത്വം പുലർത്തിയ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിത ജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകർക്ക് മാതൃകയായി. സ്വയം നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു. സസ്യാഹാരം മാത്രം ഭക്ഷിച്ചു. ഉപവാസം അഥവാ നിരാഹാരം ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധത്തിനുമുള്ള ഉപാധിയാക്കി. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി അഭിഭാഷകനായി സേവനം അനുഷ്ഠിക്കുന്ന കാലത്താണ് സത്യാഗ്രഹം എന്ന സമരമാർഗം വികസിപ്പിച്ചെടുക്കുന്നത്. അതിനാലാണ് ദക്ഷിണാഫ്രിക്കയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗാന്ധി പറയുന്നു, ഏതു തരത്തിലുള്ള പീഡനത്തെയും അടിച്ചമർത്തലിനെയും നേരിടാൻ തയ്യാറാകുന്ന സത്യാഗ്രഹി സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നത് ആത്മനിഷ്ഠമായ ശക്തിയാണ്. 1-ാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി തീർന്ന ഗാന്ധിജി 30 കൊല്ലക്കാലം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. അതിനാലാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത്. 1948 ജനുവരി 30 വെള്ളിയാഴ്ചയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ഡൽഹിയിലെ ബിർള ഹൌസിന് മുന്നിലെ മൈതാനത്ത് പ്രാർത്ഥനയ്ക്കെത്തിയവർക്കും അനുയായികൾക്കുമിടയിൽ വെച്ചാണ് ഹിന്ദു ദേശീയവാദിയും ഹിന്ദു മഹാസഭ രാഷ്ട്രീയ സ്വയം സേവക സംഘ് എന്നിവയിലെ അംഗവുമായിരുന്ന നാഥുറാം ഗോഡ്സെയാണ് ഈ കൊലപാതകം നടത്തിയത്. അപ്പൊ ഇത്രയും വിവരങ്ങളാണ് ഗാന്ധിജിയെ കുറിച്ച് തയ്യാറാക്കേണ്ടത്. ഇനി അടുത്ത സമര നേതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇനി മറ്റൊരാളെ കൂടി പരിചയപ്പെടുത്താം.
താഴെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് ആളെ കണ്ടെത്താമോ? വിനയൻ മാഷ് ചോദിച്ചു. എന്തൊക്കെ സൂചനകളാണ്? സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വിവരം പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. കുട്ടികൾ ഇദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാവരും ചേർന്ന് ഉത്തരം പറഞ്ഞു. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. എന്തെല്ലാം ചോദ്യങ്ങളാണ്? നെഹ്റുവിന്റെ ജന്മദിനം എന്നാണ്? ഈ ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? പിന്നെയോ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്ത്? എന്താണ് ഉത്തരം മക്കളെ? 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ഏതു പേരിലാണ്? ശിശുദിനം എന്ന പേരിലാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഒരു ആത്മകഥ. ഇനി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പൊ എന്താണ്? നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, എന്നിട്ട് അതൊരു പ്രസംഗം തയ്യാറാക്കിയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കണം. അപ്പൊ എങ്ങനെ അവതരിപ്പിക്കാം? മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട എന്റെ അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. കുട്ടികളുടെ ഇഷ്ടചങ്ങാതിയായിരുന്നു നെഹ്റു. അതിനാലാണ് ഈ ദിവസം ശിശുദിനമായി ആചരിച്ചു വരുന്നത്. ചാച്ചാജി എന്ന ഓമന പേരിനാൽ നെഹ്റു എന്നും ഓർമ്മിക്കപ്പെടുന്നു. ആഘോഷങ്ങളേറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ചാച്ചാജി. കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ലോകമെമ്പാടും ചാച്ചാജി പ്രസിദ്ധി നേടിയിരുന്നു. ചാച്ചാജിയെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് ഓർമ്മയിലെത്തുന്ന ഒരു രൂപമുണ്ട്. തൊപ്പിയും നീണ്ട ജുബ്ബായും അതിലൊരു ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള ഒരാൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു രാജ്യാന്തര തലത്തിൽ ചേരിചേരാ നയം അവതരിപ്പിച്ചും ശ്രദ്ധ നേടിയിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആശീസ്സുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മാറിയ ഇദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 1964 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. അപ്പൊ ഇതുപോലെ പ്രസംഗം തയ്യാറാക്കി നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കണം. ഇനി സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ച മറ്റു ചിലരെ കൂടി മാഷ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ആരൊക്കെയാണ്? ചിത്രം നോക്കൂ. സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ്, അരുണ ആസിഫ് അലി, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്നിവരാണ് അല്ലേ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ നാം പരിചയപ്പെട്ടല്ലോ. ചുവടെ നൽകിയ വസ്തുതകളുമായി ബന്ധപ്പെട്ട നേതാക്കളെ കണ്ടെത്തി എഴുതൂ. അപ്പൊ ഇവിടെ ഓരോരുത്തരെ കുറിച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നേരെ അവരുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടു. ആരാണ്? സരോജിനി നായിഡു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ ആയുധമെടുത്ത് പോരാടി 23 വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടു. ഭഗത് സിംഗ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ രാജ്ഞി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നിങ്ങനെ വിളിക്കപ്പെടുന്നു. അരുണ ആസിഫ് അലി. നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടു. സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേതാജി എന്ന് വിളിക്കപ്പെടുന്നു. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു. ലോകമാന്യ എന്നറിയപ്പെടുന്നു. ആരാണത്? ബാലഗംഗാധര തിലക്. ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചു. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടർന്ന് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇത്രയാണ് കേട്ടോ. ഇനി മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ചുമർ പത്രിക തയ്യാറാക്കൂ. നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനമാണിത്. മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാലൊക്കെ കിട്ടും. അപ്പൊ അത് ശേഖരിച്ചിട്ട് ഒരു ചുമർ പത്രിക തയ്യാറാക്കുക. ഇനി നിങ്ങളുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരുമായി അഭിമുഖം നടത്തി വിവരങ്ങൾ ശേഖരിക്കൂ. അപ്പൊ മക്കൾ ചെയ്യേണ്ടതാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് എന്ത് ചെയ്യുക? അഭിമുഖം നടത്തുക. എന്നിട്ട് വിവരങ്ങൾ ശേഖരിക്കുക. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ എന്ന് കൂടി അന്വേഷിച്ചറിയൂ. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക്.
വിനയൻ മാഷിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികൾ സ്വാതന്ത്ര്യ ദിന പതിപ്പ് തയ്യാറാക്കി. മേഘ ടീച്ചർ പ്രകാശനം ചെയ്ത പതിപ്പിലെ വിവരങ്ങൾ വായിക്കൂ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യയിലെമ്പാടും നിരവധി സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ഗാന്ധിജിയെ പോലുള്ള നേതാക്കളുടെ വാക്കുകൾ സമരങ്ങൾക്ക് ആവേശം പകർന്നു. ചിത്രവും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി ചില സമരങ്ങൾ കലാപങ്ങളായി മാറി. നിരവധി ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടി. അവരിൽ കൂടുതൽ പേർക്കും ജീവൻ നഷ്ടമായി. സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാക്കൾ പലവട്ടം ജയിലിൽ അടക്കപ്പെട്ടു. അവർക്കൊപ്പം ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റ് വരിച്ചു. ഇന്ത്യക്കാരുടെ മേൽ കഠിനമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഒടുവിൽ നിരന്തരമായ സമരങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായി ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് കൈമാറാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. കണ്ടോ, ഇതിന്റെയൊക്കെ ചിത്രം കൂടെ കൊടുത്തിട്ടുണ്ട്. ഒടുവിൽ നിരന്തരമായ സമരങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായി ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് കൈമാറാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയെ ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഈ അർദ്ധരാത്രിയിൽ ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. അദ്ദേഹം ആവേശത്തോടെ പ്രസംഗിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വായിച്ചല്ലോ. സ്കൂൾ ലൈബ്രറി ഉപയോഗപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തൂ. താഴെ നൽകിയ പ്രസ്താവനകൾക്ക് നേരെ ഉചിതമായ അടയാളം ശരിയോ തെറ്റോ എന്ന് നൽകൂ. അപ്പൊ താഴെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ടല്ലേ, അതിന് നേരെ ഓരോന്നും ശരിയാണോ തെറ്റാണോ, ആ പ്രസ്താവനകൾക്ക് നേരെ ശരിയാണോ തെറ്റാണോ എന്ന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാ കൊടുത്തിട്ടുള്ളത്? അനേകം ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ. ഇനി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സമര നേതാക്കളെ നാം ആദരവോടെ ഓർക്കേണ്ടതുണ്ട്. അതും ശരിയാണ്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം സംരക്ഷിക്കുകയും പങ്കുവെക്കുകയും വേണം. ശരിയാണ്. ഇന്ത്യക്കാരെന്ന നിലയിൽ നാം അഭിമാനിക്കുകയും രാജ്യസ്നേഹം പുലർത്തുകയും വേണം. ശരിയാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനം നാം സമുചിതമായി ആഘോഷിക്കണം. അതും ശരിയാണ്. അപ്പൊ എല്ലാ പ്രസ്താവനകളും ഇതിൽ എന്താണ്? ശരിയാണല്ലേ. അപ്പൊ അതിന്റെ നേരെ ആ കോളത്തിൽ ടിക്കിട്ട് കൊടുക്കുക. എടുത്തു നോക്കൂ. സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും ചിത്രങ്ങളും ഇന്റർനെറ്റിൽ നിന്ന് ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കൂ. നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ് ടീച്ചറുടെ സഹായത്തോടെ. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ആ നെറ്റിൽ നിന്ന് പേപ്പർ കട്ടിങ്സിലെ ന്യൂസ് കട്ടിങ്സും അതുപോലെ ചിത്രങ്ങളൊക്കെ ശേഖരിച്ചിട്ട് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക കേട്ടോ. ടീച്ചർ സഹായിക്കും. ഇന്ത്യയുടെ ഭരണഘടന. പാഠപുസ്തകത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗത്തും അവസാന ഭാഗത്തും ഭരണഘടന എന്ന തലക്കെട്ടിൽ ചില വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അത് വായിക്കൂ. ഈ ഭരണഘടന തയ്യാറാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണെന്നറിയാമോ? ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആയിരുന്ന ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കറുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഇന്ത്യക്കായി പുതിയൊരു നിയമസംഹിത തയ്യാറാക്കപ്പെട്ടു. ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് ഈ രേഖ അറിയപ്പെടുന്നത്. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. പൗരരുടെ അവകാശങ്ങൾ, ചുമതലകൾ, സർക്കാരുകൾ, തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്തൂ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? എന്താണ് ഉത്തരം? അറിയോ മക്കൾക്ക്? ആ ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉത്തരം എന്താണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? റിപ്പബ്ലിക് ദിനം. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് മക്കളെ? ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇതാ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഏറ്റവും വലിയ ലിഖിത, അതായത് എഴുതപ്പെട്ട ഭരണഘടന ആരുടേതാണ്? ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലെ. ഇനി ഇന്നത്തെ ഇന്ത്യ. കുട്ടികൾ ലൈബ്രറിയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ കൂട്ടുകാരുമായി പങ്കുവച്ചു. മേഘ ടീച്ചറും ചർച്ചയിൽ പങ്കുചേർന്നു. ടീച്ചറെ, അനേകം നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ചു ചേർത്തല്ലേ ഇന്ത്യ എന്ന രാജ്യം രൂപീകരിച്ചത്? ജൊഹാനാണ് ഇത്തവണ സംശയം ചോദിച്ചത്. അതെ, ഇങ്ങനെ ഒരുമിച്ചു ചേർന്ന പ്രദേശങ്ങളെ ഭരണ സൗകര്യത്തിനായി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് വേർതിരിച്ചു. ഇപ്രകാരം രൂപം കൊണ്ട പ്രദേശങ്ങൾ സംസ്ഥാനങ്ങൾ എന്നറിയപ്പെട്ടു. അപ്പൊ എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ ഉണ്ടായതെന്ന് മനസ്സിലായില്ല മക്കളെ? ടീച്ചർ വിശദീകരിച്ചു. ഇനി നമുക്ക് സംസ്ഥാനങ്ങളെ കുറിച്ച് നോക്കാം. ടീച്ചർ കുട്ടികളെ ഇന്ത്യയുടെ ഭൂപടം പരിചയപ്പെടുത്തി. ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളാണുള്ളത്. ഓരോ സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തെ തലസ്ഥാനം എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും രേഖപ്പെടുത്തിയ ഭൂപടം നിരീക്ഷിക്കൂ. അപ്പൊ താഴെ ഒരു ഭൂപടം തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ എന്തൊക്കെയുണ്ട്? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അവിടെ തലസ്ഥാനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതൊന്ന് നിരീക്ഷിക്കാനാണ് പറയുന്നത്. കണ്ടോ മക്കളെ, ഇന്ത്യയുടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. അതിൽ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് ശ്രദ്ധിക്കട്ടെ. അത് സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കൂ. അപ്പോൾ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. 28 കോളങ്ങളുണ്ട് അല്ലെ. അതിൽ 7 കോളം ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗോവ, തെലങ്കാന, മഹാരാഷ്ട്ര. ഇനി ബാക്കി നിങ്ങളോട് പൂരിപ്പിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കണ്ടെത്തി എഴുതാനാണ് 28 സംസ്ഥാനങ്ങളും. അപ്പൊ ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഗോവ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒറീസ, പശ്ചിമ ബംഗാൾ, സിക്കിം, അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, മേഘാലയ, ത്രിപുര, മണിപ്പൂർ. അപ്പൊ ഇതുപോലെ ക്രമത്തിൽ തന്നെ എഴുതുക. ഇനി സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനവും ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കി എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് അതിന്റെ ഓരോ സംസ്ഥാനങ്ങളും അതിന്റെ തലസ്ഥാനങ്ങളും എഴുതാട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് നോട്ടിലേക്ക് എഴുതിയെടുക്കാം. 2 കോളത്തിലായിട്ട് 28 സംസ്ഥാനങ്ങളും എഴുതിയിട്ടുണ്ട്. അവയുടെ തലസ്ഥാനങ്ങളും അതിന്റെ നേരെയായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ മക്കളെ. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇന്ത്യയിൽ സംസ്ഥാന പദവിയിലില്ലാത്ത ചില പ്രദേശങ്ങളുമുണ്ട് കേട്ടോ. ഇവ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഇത്തരം പ്രദേശങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മേഘ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്. ഇവയല്ലേ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത്? മിക ചാടി എഴുന്നേറ്റ് പറഞ്ഞു. അതെ, ഇപ്പോൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ടീച്ചർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ചണ്ഡീഗഡ്, ദാദ്ര, നാഗർ ഹവേലി, ദാമൻ, ദിയു, ജമ്മു കാശ്മീർ, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി, ഡൽഹി. ഇതൊക്കെയാണ് കേട്ടോ അത്. ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്നവർക്ക് ഉത്തരം കണ്ടെത്തൂ. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ, അറബിക്കടലിന്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ, ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. ഇതൊക്കെയാണ് നിങ്ങളോട് ഭൂപടം നിരീക്ഷിച്ചിട്ട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് അവ മക്കളെ? ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, നേപ്പാള്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ അല്ലെ. ഇനി അറബിക്കടലിന്റെ തീരത്തുള്ള സംസ്ഥാനങ്ങളോ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമ ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇനി താഴെ നൽകിയിരിക്കുന്ന പദപ്രശ്നം പൂർത്തിയാക്കൂ. താഴെ ഒരു പദപ്രശ്നം തന്നിട്ടുണ്ട്. അത് പൂർത്തിയാക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിനായിട്ടുള്ള സൂചനകളും ചുവടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? കേരളത്തിന്റെ അയൽ സംസ്ഥാനം. ഒന്നാമത്തത് വലത്തോട്ട് കേരളത്തിന്റെ അയൽ സംസ്ഥാനം ബംഗളൂരുവാണ് തലസ്ഥാനം. ഏതാണ് മക്കളെ ഒന്നാമത്തത്? കർണാടകയാണ് അല്ലെ. പിന്നെയോ അറബിക്കടലിന്റെ തീരത്താണ് സ്ഥാനം. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്നു. മഹാരാഷ്ട്രയാണ്. അയൽരാജ്യമായ മ്യാൻമറുമായി അതിർത്തിയുണ്ട്. ത്രിപുരയോട് ചേർന്നാണ് സ്ഥാനം. മൂന്നാമത്തത് ഏതാണ്? മിസോറാമാണ്. പിന്നെയോ കൊഹിമ ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്. അതേതാണ്? നാലാമത്തേതാണ് അല്ലെ. ഏതാണ്? നാഗാലാൻഡ് ആണ്. 5 ബംഗ്ലാദേശുമായി അതിർത്തിയുണ്ട്. ആസാമിന്റെ അയൽസ്ഥാനം. 5 മേഘാലയാണ്. 6 രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയോട് ചേർന്നതാണ്. ഏതാണ്? ഉത്തരം ഹരിയാന. ഇനി താഴോട്ട് രണ്ടാമത്തേത്. വലുപ്പത്തിൽ രണ്ടാമതുള്ള ഈ സംസ്ഥാനം ഇന്ത്യയുടെ മധ്യഭാഗത്താണ്. ഏതാണത്? മധ്യപ്രദേശ്. ഇനി ഏഴാമത്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. താഴോട്ട് ഏതാണ് ഏഴാമത്തത് വരുന്നത്? രാജസ്ഥാൻ. എട്ടാമത്തത് കേരളത്തിന്റെ അയൽ സംസ്ഥാനമാണ്. ചെന്നൈയാണ് തലസ്ഥാനം. ഏതാണ്? തമിഴ്നാട്. ഇനി 9 ഈ സംസ്ഥാനത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്. തെലങ്കാന. ഇനി മുകളിലേക്ക് 10 മുകളിലേക്കാണ് വരുന്നത്. എന്താണ്? നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. പാട്നയാണ് തലസ്ഥാനം. ഏതാണ്? ബീഹാർ അല്ലെ. അപ്പൊ ഇതുപോലെ നിങ്ങൾ ആ ഒരു പദപ്രശ്നം പൂരിപ്പിക്കുക കേട്ടോ. കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ ഒരു ചോദ്യോത്തരപ്പായിട്ട് സംഘടിപ്പിക്കൂ. ഒരു പകർപ്പ് കടലാസ് ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭൂപടം വരച്ച് സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തൂ. അപ്പൊ കട്ടിയുള്ള കടലാസിൽ ഒട്ടിച്ച ശേഷം സംസ്ഥാനങ്ങൾ വെട്ടിയെടുത്ത് ജിക്സോ കളിക്കൂ. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ് കേട്ടോ. വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഇന്ത്യയിലെ വിവിധ പ്രദേശത്തുള്ള ഒരേ ഭാഷയാണോ സംസാരിക്കുന്നത്? അല്ല അല്ലെ.
എല്ലാ ഇന്ത്യക്കാരും ഒരേ വിധത്തിലുള്ള വസ്ത്രമാണോ ധരിക്കുന്നത്? ഒരിക്കലുമല്ല. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ? നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കൂ. ആണോ മക്കളെ? അല്ല അല്ലെ. ഒരേ ഭാഷയല്ല സംസാരിക്കുന്നത്, അതേപോലെ ഒരേപോലുള്ള വസ്ത്രങ്ങളല്ല ഇന്ത്യയിൽ എല്ലാവരും ധരിക്കുന്നത്. പലതരത്തിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ നമ്മളെ ഇന്ത്യയിൽ പലയിടത്തും നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ അത് അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യം പല ഭാഷ. കേരളീയരുടെ മാതൃഭാഷ മലയാളമാണല്ലോ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഭാഷ ഏതാണ്? കർണാടകയിലേതോ? ഏതാണ് മക്കളെ? തമിഴ്നാട്ടിലെ ഭാഷ ഏതാണ്? തമിഴാണല്ലേ. കർണാടകയിലെ കന്നഡയാണ്. ഇനി ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇന്ത്യ എനത് നാട്. ഭാരതാവോ നന്ന ദേശ്. ഇന്ത്യനാ ദേശമോ? അപ്പോ ഇന്ത്യ എന്റെ രാജ്യമാണ് എന്നുള്ള ഭാഷ മലയാളമാണ്. ഇന്ത്യ എനതു നാട് എന്നത് തമിഴാണ്. ഭാരതാവു നന്ന ദേശ് കന്നഡയാണ്. ഇന്ത്യനാ ദേശമോ ഏതാണ്? തെലുഗാണ്. ഇനി നോക്കൂ, മറ്റേതെല്ലാം ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്? കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. ഇവിടെ സംസ്ഥാനം, ഭാഷ എന്ന് പറഞ്ഞ 2 കോളങ്ങൾ തന്നിട്ടുണ്ട്. അല്ല, ആന്ധ്രാപ്രദേശ് തെലുഗുവാണ്. പിന്നെ തെലങ്കാന, മഹാരാഷ്ട്ര, ഒഡീഷ ഇതൊക്കെ തന്നിട്ടുണ്ട് അല്ലെ. അവയ്ക്ക് ഏത് ഭാഷയാണ്? തെലങ്കാന തെലുഗുവാണ്. മഹാരാഷ്ട്ര മറാഠി, ഒഡീഷ ഒറിയ, പഞ്ചാബ് പഞ്ചാബി. ഇനി മറ്റേതെല്ലാം ഭാഷകളാണ് ഇന്ത്യയിൽ ഉള്ളതെന്ന് ചോദിച്ചു. കണ്ടെത്തിയിട്ട് പട്ടിക പൂർത്തിയാക്കുക. അപ്പൊ ഇനി ഈ ഒരു ഭാഷകൾ മാത്രമാണോ, ഈ ഒരു സംസ്ഥാനം മാത്രമാണോ ഇന്ത്യയിലുള്ളത്? ഇനിയും ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് അല്ലെ. അവയുടെയൊക്കെ ഭാഷ ഏതാണെന്ന് അറിയാമോ? അപ്പൊ അവയുടെ എല്ലാം ഓരോ സംസ്ഥാനവും അതിന് നേരെ നമ്മൾ ഓരോ ഭാഷയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് മക്കള് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അവിടെ 28 സംസ്ഥാനങ്ങളും അവയുടെ ഭാഷയും കൊടുത്തിട്ടുണ്ട്. അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. ഇനി എന്താ പറഞ്ഞത്? ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണവ? അന്വേഷിച്ചു കണ്ടെത്തിയതിന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ നിങ്ങൾക്ക് കറൻസി, നമ്മുടെ ഇന്ത്യൻ കറൻസിയിലെ ഇന്ത്യൻ രൂപ എടുത്തു നോക്കിയാൽ കാണാം ഒരുപാട് ഭാഷകളിൽ അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് എത്ര ഭാഷകളിലാണ്, ഏതൊക്കെയാണെന്ന് അറിയാമോ? 17 ഭാഷകളിലാണ് ഇന്ത്യൻ കറൻസിയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹിന്ദി, ഇംഗ്ലീഷ്, അസമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, മലയാളം, മറാഠി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, ഉറുദു, തെലുങ്ക് ഇതൊക്കെയാണവ. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ പറഞ്ഞു തന്നെന്ന് വിചാരിച്ചിട്ട് അതുപോലെ എഴുതല്ല. ജസ്റ്റ് ഒരു രൂപ എടുത്തിട്ട് നോക്കുക കേട്ടോ, എണ്ണി നോക്കുക ഇതൊക്കെ അതിലില്ലേ എന്നൊന്ന് ഉറപ്പുവരുത്താം. അപ്പം നമ്മൾ നോക്കി പഠിച്ചാലല്ലേ നമ്മുടെ മനസ്സിലേക്ക് പതിക്കുക. അപ്പൊ ഇന്ന് തന്നെ എന്താ നിങ്ങൾ ചെയ്യുക? ഒരു രൂപ നോട്ട് എടുത്ത് നോക്കുക കേട്ടോ. ഏത് രൂപയായാലും 10 രൂപയായാലും 100 രൂപയായാലും എടുത്ത് നോക്കുക. അതിൽ ഏതൊക്കെ ഭാഷ അതിൽ കാണുന്നുണ്ട്, എത്ര ഭാഷയുണ്ടെന്നൊക്കെ മക്കൾ നോക്കുക. ഇനി നോക്കൂ, ഒരു ദേശം പല വേഷം. ചിത്രം നിരീക്ഷിക്കൂ. ഇന്ത്യയിലെ ജനങ്ങൾ വസ്ത്രധാരണത്തിൽ എത്രമാത്രം വ്യത്യസ്തരാണെന്ന് കണ്ടല്ലോ. കണ്ടില്ലേ? ഈ ഒരു ചിത്രത്തില് ഒരുപാട് പേരുണ്ട്, പക്ഷെ എല്ലാവരും ഒരുപോലെയാണോ? പല വേഷവിധാനത്തിൽ നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ പലരും, പല നാട്ടിലുള്ളവരും പല രീതിയിലാണ് വസ്ത്രധാരണം എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നോക്കൂ, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ വസ്ത്രമാതൃകകളുടെ ഒരു ഡിജിറ്റൽ പ്രദർശനം ക്ലാസ്സിൽ സംഘടിപ്പിക്കും. അപ്പോൾ നിങ്ങളത് ഒരു ഫോട്ടോ ഒക്കെ കണ്ടെത്തുക കേട്ടോ. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ പല നാട്ടിലെ പല വസ്ത്രധാരണ രീതി ഉണ്ടാവും. നിങ്ങൾ ഓരോ നാടിന്റെ പേരടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും. അത് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡിജിറ്റൽ പ്രദർശനം ക്ലാസ്സിൽ സംഘടിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രിന്റ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്രദർശനം ക്ലാസ്സിൽ നടത്തിയാൽ മതി. ഇനി നമ്മുടെ രാജ്യത്തെ ചില ആഘോഷങ്ങൾ പരിചയപ്പെടൂ. ചിത്രത്തിലെ ഏതെല്ലാം ആഘോഷങ്ങളാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? ഇന്ത്യയിലെ പ്രധാന ആഘോഷങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് മക്കളെ ആഘോഷങ്ങള്? പ്രധാന ആഘോഷങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയിലെ? ദീപാവലി ഉണ്ട്, ഈദ് ഉൽ ഫിത്തർ ഉണ്ട്, ക്രിസ്മസ്, പിന്നെന്താ ഒന്നുകൂടെ കാണിക്കുന്നുണ്ടല്ലേ അതില്. ഏതാഘോഷമാണത്? ഓണം അല്ലെ. ഓണമാണ് കാണിക്കുന്നത്, പൂക്കളം ഇടുന്നത്. ഇനി കൂടുതൽ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡിജിറ്റൽ ആൽബം നിർമ്മിക്കൂ. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ഒരു ഡിജിറ്റൽ ആൽബം നിർമ്മിക്കുക. കലകൾ പലവിധം. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ കലാരൂപങ്ങളാണോ പ്രചാരത്തിലുള്ളത്? ചിത്രം നിരീക്ഷിക്കൂ. ഇതിലേതെല്ലാം നൃത്തരൂപങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ട്? ഏതൊക്കെയാണ് ഈ നൃത്തങ്ങള്? കുച്ചിപ്പുടി ഉണ്ട്, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി, ഭരതനാട്യം അല്ലെ. ഇതിൽ ഏതൊക്കെ മക്കൾക്ക് അറിയാവുന്നത്? ഇനി മറ്റുള്ളവ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ളവയാണ്? കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കൂ. താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലെ, അത് പൂർത്തിയാക്കണം. എന്തൊക്കെയാണ് കലാരൂപങ്ങൾ? ഏതാണ്? മോഹിനിയാട്ടം ഏത് സംസ്ഥാനമാണ്? കേരളം. ഭരതനാട്യം തമിഴ്നാട്. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്.
കഥക് എവിടെയാണ്? ഉത്തർപ്രദേശാണ്. മണിപ്പൂരി മണിപ്പൂരിൽ. ഇനി ഭാഷയിലും വേഷത്തിലും ഉത്സവാഘോഷങ്ങളിലും കലാരൂപങ്ങളിലും ഇന്ത്യൻ ജനത എത്രമാത്രം വൈവിധ്യം പുലർത്തുന്നുവെന്ന് മനസ്സിലാക്കിയല്ലോ. ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മെ ഒരുമിപ്പിക്കുന്ന ചില അടയാളങ്ങൾ പരിചയപ്പെടാം. ഒരുമയുടെ അടയാളങ്ങൾ. ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മറ്റെന്തൊക്കെയാണ് നമ്മുടെ ദേശീയ അടയാളങ്ങൾ? എന്തൊക്കെയാണ് മക്കളെ? ദേശീയ ഗാനമുണ്ട്, പിന്നെ ദേശീയ മുദ്രയുണ്ട്, ദേശീയ ഗീതം, പിന്നെ ഏതെല്ലാം ഉണ്ട്? ദേശീയ പക്ഷിയുണ്ട്, ദേശീയ ഫലമുണ്ട്, ദേശീയ മൃഗം, ദേശീയ പുഷ്പം, ഇതൊക്കെയുണ്ട് അല്ലേ? ഇനി നമുക്ക് ദേശീയ ഗാനത്തെ കുറിച്ച് നോക്കാം. സ്കൂളിൽ നാം ദേശീയ ഗാനം ആലപിക്കാറുണ്ടല്ലോ. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം. എല്ലാവർക്കും അറിയില്ല മക്കളെ അത്? താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്തൂ. എന്താണ് ചോദ്യം? ഏത് ഭാഷയിലാണ് ദേശീയ ഗാനം എഴുതപ്പെട്ടത്? ഏത് ഭാഷയിലാണ് മക്കളെ? ബംഗാളി ഭാഷയിൽ. ഇനി ദേശീയഗാനം ആലപിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? ദേശീയഗാനത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ എഴുന്നേറ്റ് നിൽക്കണം. ദേശീയഗാനം ആലപിക്കുന്നതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമയം എത്രയാണ്? 52 സെക്കൻഡ്. ഇനി ദേശീയ മുദ്ര നോക്കാം. നമ്മുടെ ദേശീയ മുദ്രയുടെ ചിത്രം നിരീക്ഷിക്കൂ. എവിടെല്ലാമാണ് നിങ്ങൾ ഈ മുദ്ര കണ്ടിട്ടുള്ളത്? മക്കളെ വലതുഭാഗത്ത് കണ്ടല്ലോ, അതാണ് നമ്മുടെ ദേശീയ മുദ്ര അല്ലേ? ഇത് നിങ്ങൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? രാജ്യത്തിന്റെ ഔദ്യോഗിക എഴുത്തുകുത്തുകളിൽ ഉപയോഗിക്കുന്ന പേപ്പറിന് മുകളിൽ ചിഹ്നം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കൂടാതെ ഇന്ത്യൻ കറൻസി നോട്ടുകളിലും നാണയങ്ങളിലും ഈ ചിഹ്നം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ടിൽ ഇവ അച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പാസ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പാസ്പോർട്ടിലും ഈ ഒരു മുദ്ര അച്ചടിച്ചിട്ടുണ്ട്. അശോക ചക്രവർത്തി ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. 4 ദിക്കിലേക്കുമായി നോക്കി നിൽക്കുന്ന സിംഹങ്ങളാണ് ഈ മുദ്രയിൽ പ്രധാനമായുള്ളത്. ചുവടെ മധ്യത്തിലായി കാണുന്ന ധർമ്മചക്രമാണ് അശോക ചക്രം. അശോക ചക്രത്തിൽ 24 ആരക്കാലുകളുണ്ട്. അശോക ചക്രം കണ്ടില്ലേ മക്കളെ? നമ്മുടെ പതാകയിലൊക്കെ കണ്ടിട്ടില്ലേ? അതാണ് കേട്ടോ. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. മുദ്രയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യമേത്? അതിന്റെ അർത്ഥമെന്ത്? എന്താണ്? സത്യമേവ ജയതേ. അതിന്റെ അടിയിൽ എഴുതി കാണാം അല്ലേ? എന്താണ്? സത്യമേവ ജയതേ. അർത്ഥം സത്യം മാത്രം ജയിക്കുന്നു. ഇനി മുദ്രയിൽ കാണുന്ന മറ്റു മൃഗങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെ മൃഗങ്ങളുണ്ട്? ആന, സിംഹം, കാള, കുതിര. നമ്മൾ ഇനി ശ്രദ്ധിച്ചിട്ടില്ല എന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ഇനി നമുക്ക് ദേശീയ ഗീതം നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. ബംഗാളി ഭാഷയിൽ സംസ്കൃത പദങ്ങളും ചേർത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. അസംബ്ലിയിൽ കൂട്ടുകാരുമൊത്ത് ദേശീയ ഗീതം ആലപിക്കൂ. മറ്റ് ദേശീയ അടയാളങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തൂ. അവയുടെ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ച് ക്ലാസ്സിലെ പരിസര മൂലയിൽ പ്രദർശിപ്പിക്കൂ. അപ്പോൾ മറ്റ് ദേശീയ അടയാളങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? അത് കണ്ടെത്തുക. അതുപോലെ തന്നെ അവയുടെ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ച് നിങ്ങളുടെ പരിസര മൂലയിൽ പ്രദർശിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ദേശീയ അടയാളങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദേശീയ പതാക, അതായത് ത്രിവർണ പതാക, തിരങ്ക എന്നറിയും. കുങ്കുമം, വെള്ള, പച്ച നിറങ്ങൾ ലംബമായി വീതിച്ചിരിക്കുന്നു. നടുവിൽ നീല നിറത്തിലുള്ള അശോക ചക്രമുണ്ട്. ഇനി ദേശീയ ചിഹ്നം ഏതാണ്? സിംഹമുദ്ര. 3 സിംഹങ്ങൾ കാണാവുന്നതും ചക്രവും താഴെ സത്യമേവ ജയതേ എന്ന് ദേവനാഗരി ലിപിയിൽ എഴുതിയതുമാണ്. ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ പുഷ്പം താമര, ദേശീയ ഫലം മാങ്ങ, ദേശീയ പക്ഷി മയിൽ, ദേശീയ മൃഗം ബംഗാൾ കടുവ, ദേശീയ നദി ഗംഗ, ദേശീയ പൈതൃക മൃഗം ആന, ദേശീയ കായിക വിനോദം ഹോക്കി, ദേശീയ കലണ്ടർ ശക കലണ്ടർ, ദേശീയ വൃക്ഷം പേരാല്, ദേശീയ കറൻസി ഇന്ത്യൻ രൂപ, ദേശീയ ജലജീവി ഗംഗാ നദി, പിന്നെ ഗംഗാ നദി ഡോൾഫിൻ, ദേശീയ ഉരകം രാജവെമ്പാല, ദേശീയ പച്ചക്കറി മത്തങ്ങ, ദേശീയ കായിക വിനോദം ഹോക്കി, ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ദേശീയ അടയാളങ്ങളും നാം പ്രകടിപ്പിക്കണം. ദേശീയ അടയാളങ്ങളോട് അനാദരവ് പുലർത്തുന്നത് ശിക്ഷാർഹമാണ്. ഇന്ത്യ നമ്മുടെ അഭിമാനം. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയിലേക്ക് നാം സഞ്ചരിച്ചെത്തിയ വഴികൾ മനസ്സിലാക്കിയല്ലോ. അനേകായിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയ സ്വാതന്ത്ര്യം. പല നാടുകളിലായി ഭാഷയിലും വേഷത്തിലും ജീവിത രീതികളിലുമെല്ലാം വ്യത്യസ്തരായ ഇന്ത്യക്കാർ. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യക്കാർ എന്ന നിലയിൽ നാം ഒന്നായിരിക്കുന്നു. ഈ ഐക്യബോധ്യമാണ് നാനാത്വത്തിൽ ഏകത്വം, അതായത് യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി. ഇന്ത്യ നമ്മുടെ അഭിമാനം. ഒരേ സ്വരത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം: ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഇനി ചുവടെ തന്ന പ്രവർത്തനം നോക്കൂ. വിലയിരുത്താം, ചേരുമടി ചേർക്കുക.
ഓരോ എന്താണ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ വർഷമാണെന്നാണ് അല്ലെ, ഏതൊക്കെയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എല്ലാവർക്കും അറിയാം, 1947 ഓഗസ്റ്റ് 15. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതാണ്? 1950 ജനുവരി 26. ക്വിറ്റ് ഇന്ത്യ ദിനം 1942 ഓഗസ്റ്റ് 8. ഗാന്ധിജിയുടെ ചരമദിനം 1948 ജനുവരി 30. ഇന്ത്യയുടെ ഭരണഘടനാ ദിനം ഏതാണ്? 1949 നവംബർ 26. ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്തുക. എന്താണ് ശരിയാണ് നിങ്ങൾ ടിക്ക് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തെറ്റ് എന്നിട്ട് കൊടുക്കുക. ഗോവ കേരളവുമായി അതിർത്തി പങ്കിടുന്നു. തെറ്റാണ്. അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യയിൽ തീരമുണ്ട്. ശരിയാണ്. ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ശരിയാണ്. ഇന്ത്യക്ക് 5 അയൽ രാജ്യങ്ങളാണ് ഉള്ളത്. തെറ്റാണ്. അപ്പൊ ഇതുപോലെ നിങ്ങളത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ മക്കളെ, ഈ ഒരു പാഠത്തില് ഇത്രയും പ്രവർത്തനങ്ങളാണുള്ളത്. കുറച്ച് അത്യാവശ്യം ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. വലിയൊരു പാഠം തന്നെയാണ്. നന്നായിട്ട് പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതില്. അപ്പൊ എല്ലാ മക്കളും നന്നായിട്ട് നോക്കുക, പഠിക്കുക. ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.